ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ടോട്ടൽ 3 പേർക്കാണുള്ളത്. ഈ 3 പേർക്കും എനിക്ക് വളരെ സ്പെഷ്യലാണ്. ആദ്യത്തെ ക്ലയന്റ് വരുന്നത് കുഡ്ലൂലാണ്. ഈ ക്ലയന്റിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. എന്നോട് 9 മണിക്ക് എത്താൻ പറഞ്ഞ ക്ലയന്റ് ഞാൻ അവിടേക്ക് എത്തിയപ്പോഴേക്ക് ഉറക്കത്തുനിന്ന് എണീച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം ഞാൻ വഴിയേ പറയാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നത്തെ ക്ലയന്റിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന്. അതെ ഗൈസ്, ഈ ക്ലയന്റ് 10 വർഷത്തിന് ശേഷമാണ് മെഹന്തി ഇടുന്നത്. ഡിസൈനൊക്കെ നേരത്തെ തന്നെ അയച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ ഒരു സിമ്പിൾ, ഒരു മിനിമൽ ഡിസൈൻ ആണ് ആള് ചൂസ് ചെയ്തിരുന്നത്. തലേ ദിവസം ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഉറങ്ങുമ്പോ തന്നെ 3 മണിയായിന്നാ പറഞ്ഞ്. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു 9:30, 9:45 ആകുമ്പോഴാണ്. കൂടെ ആളുടെ കസിനും 4 സൈഡും ചെയ്തു കൊടുത്തിരുന്നു. 11:30 ആകുമ്പോഴേക്കും ഈ ഒരു വർക്ക് കഴിഞ്ഞു. അതിനുശേഷം നേരെ രണ്ടാമത്തെ ലൊക്കേഷനിലേക്കാണ് പോയത്. സെക്കൻഡ് ലൊക്കേഷൻ വരുന്നത് മഞ്ചേശ്വരാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് നേരെ മാംഗ്ലൂർ ബസ്സിൽ കയറിയാണ് മഞ്ചേശ്വരത്തേക്ക് ഞാൻ പോയത്. 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ആർവാറിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ക്ലയന്റിന്റെ പേര് ദിവ്യ എന്നാണ്. ആള് നേരത്തെ തന്നെ എനിക്ക് ഡിസൈൻ ഒക്കെ അയച്ചു തന്നിരുന്നു. ഏകദേശം 1.5 മണിക്കൂറിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പ്രത്യേകം പറഞ്ഞതുപോലെ തന്നെ ആളുടെയും ഗ്രൂമിന്റെയും പേരും പിന്നെ കല്യാണ ദിവസത്തെ ആ ഡേറ്റും കൂടി എഴുതി. കാലിന്റെ 2 സൈഡിലേക്കും ഡിസൈനും പിന്നെ സെന്ററിലേക്ക് ഒരു സിമ്പിൾ മന്ദല ഡിസൈനും ആണ് പറഞ്ഞത്. ബാക്കിലേക്ക് ഈ ഒരു ഡിസൈൻ ആണ് ചൂസ് ചെയ്തത്. ഏകദേശം 3.5 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു വർക്ക് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്. അവിടെ നിന്നും നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് ഒരു ഓട്ടം തന്നെയായിരുന്നു. 3ാമത്തെ ലൊക്കേഷൻ വരുന്നത് ബദിരയിലാണ്. ഈ ഒരു ക്ലയന്റ് എന്നെയും കാത്തിരിക്കുകയായിരുന്നു. ഡിസൈനൊക്കെ നേരത്തെ തന്നെ അയച്ചു തന്നിരുന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു വർക്കും കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്.